എടാ നല്ലതാ. നീ വെള്ളം കുടിച്ചിട്ട് പോയാലോ? ആ ഓക്കെ, എന്നാ ഇറങ്ങിക്കാം. എടാ അത് നമ്മൾ ശങ്കരനല്ലടാ. ഏത് ശങ്കരൻ? അത് നമ്മൾ കൊടുത്ത് 5 തൊട്ട് 10 വരെ പഠിച്ചിട്ടേ. ശങ്കർ CP പറവ്. അവനോ? ഇവനൊന്നും ഇതുവരെ രക്ഷപ്പെട്ടില്ലേടേ. അന്നും ഇന്നും ഒരേ ഗതി തന്നെ. എടാ ഒന്ന് വാടാ, നമുക്ക് അവനെ കണ്ടിട്ട് വരാം. എത്ര നാളായി അവനെ കണ്ടിട്ടും വേണ്ടിയിട്ടൊക്കെ. നീ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് നേരമൊന്നുമില്ല കണ്ട വഴിക്കച്ചവടക്കാരോടൊക്കെ സൗഹൃദം പുതുക്കി നടക്കാൻ. പണ്ട് എനിക്ക് ഈ ദരിദ്രവാസി ഇഷ്ടമില്ല. സഖ്യമലേ, ഓടിക്കൊന്ന് അടങ്ങ് കേട്ടോ. നിന്റെ അഹങ്കാരം ടിപ്പർ കണക്കിന് കൊണ്ടാ കൂട്ടുന്നു. നീ പോയിട്ട് വാടേ, എനിക്ക് കുറച്ച് കോൾസ് ഒക്കെ ചെയ്യാനുണ്ട്. ചേട്ടാ പറഞ്ഞതെന്ന് എന്തായാലും കുറച്ചു തരാൻ പറ്റുമോ? ചേട്ടാ ഈ 19 കുറയ്ക്കാൻ വഴിയുള്ളൂ. ഇതിനകത്ത് അധികം റേറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നോ. ഇഷ്ടപ്പെട്ട 2-3 വെച്ചാൽ എന്നാന്ന് വെച്ചാൽ എടുക്കാം. അപ്പം ലാസ്റ്റ് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കുറയ്ക്കാൻ ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ എടാ തുമ്മി നീ ആയിരുന്നോടാ. നിനക്ക് താടി വന്നാലത് ഒരു മാറ്റം വരുന്നില്ലടാ നമുക്ക്. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്ക് കുറച്ച് ഗ്ലാമറൊക്കെ കൂടി ആളങ്ങ് മാറിപ്പോയില്ലേ. എനിക്ക് പെട്ടെന്നതാ നിന്നെ കത്താഞ്ഞ്. നിന്റെ വിശേഷങ്ങളൊക്കെ പറ. മക്കളൊക്കെ ചേട്ടാ ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു പറഞ്ഞേ? നോക്കാം ഇപ്പോൾ എഴുതാം. ഞാൻ മക്കൾ 2 പേര്, ഒരാണും ഒരു പെണ്ണും. അവര് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കും. എടാ നീ ഈ 10 കഴിഞ്ഞ് ഇങ്ങോട്ടാ പോയത്. നീ എവിടെയായിരുന്നു? ഒരു വിവരമില്ലായിരുന്നല്ലോ. 10 അടിച്ചു പോയായിരുന്നല്ലോ. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അന്ന് മുതൽ അറിയാലോ. അന്ന് ഇറങ്ങിയതാ പണിക്ക്. എടാ ഇപ്പൊ എന്താ നിന്റെ അവസ്ഥ? നീയിപ്പം ഓക്കെ അല്ലോ? എന്നാ അവസ്ഥയാണ്. രാവിലെ ഇങ്ങനെ കെട്ടി അങ്ങ് ഇറങ്ങും. ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ വിറ്റ് ചിലപ്പം കച്ചവടം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അങ്ങ് പോകുന്നു. നീക്കിയിരിപ്പൊന്നും ഇല്ലെങ്കിലും പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ തന്നെ സംതൃപ്തിയായിട്ട് അങ്ങ് പോകും. അത് കേട്ടാ വേണ്ട, നീ ഹാപ്പി ആണല്ലോ. നിനക്ക് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. നിന്റെ ഈ വേഷവിധാനം കാണുമ്പോൾ നീ സെറ്റിൽഡാണെന്ന് മനസ്സിലാവും. തിരക്കില്ല, ഇങ്ങനെ പോന്നു. വണ്ടിയിൽ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. കുറച്ച് തിരക്കുണ്ട്. നിന്നെ കണ്ടു ഞാൻ ഇറങ്ങിയതാ. പോട്ടെന്നാ. എന്തായാലും നിന്നെ പ്രതീക്ഷിക്കാതെ ഒരുപാട് നാട് കൂടി ഒന്ന് കാണാൻ പറ്റിയത് അത് തന്നെ വളരെ സന്തോഷം. ഓക്കെ ആയിരുന്നോ? ചേട്ടാ ഇതെനിക്ക് ചേരുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നാ ബാക്കി കേൾക്കട്ടെന്ന്. 1-2 രൂപയുടെ കാര്യമാണ് ഇത്. ലോഡ് കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഇത്. സാധനം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ഡെലിവറിയിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപ നഷ്ടം വരും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ വിളിക്കും. നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കോടതി വെച്ച് കാണേണ്ടി വരും. എന്നതാണ്? എന്നാ പെട്ടെന്നൊരു ഇഷ്യൂ? എടാ ലാസ്റ്റ് കൺസൈൻമെന്റ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്തോ QC ഇഷ്യൂ ഏതാണ്ടൊക്കെ പറഞ്ഞു. നിനക്കറിയാമല്ലോ, ഈ ഒരൊറ്റ കേസ് എനിക്ക് 50 ലക്ഷം രൂപ നഷ്ടം വരും. അല്ലേ തന്നെ മനുഷ്യൻ ഫൈനാൻസിന്റെ കാര്യത്തിൽ ഉറക്കം പോയിട്ട് കുറേ മാസങ്ങളായി. അതിന്റെ കൂടി ഇങ്ങനെയുള്ള ഓരോരോ തലവേദനകളും. നീ എന്തായാലും വണ്ടി കയറാം. നമുക്ക് ലീഗലി എന്നാ ചെയ്യാൻ പറ്റുമോ നോക്കാം. എടാ ഇരുതിയിൽ എണ്ണ ഒഴിക്കുമെന്നറിയാം, എന്നാലും അറിയാതിരിക്കാൻ വയ്യ. എന്നതാ കാര്യം? കുറച്ചു മുമ്പ് ഞാൻ ആ ശങ്കരനെ കാണാൻ പോകാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു ഒന്ന് ഓർത്തുപോയി. എടാ നിന്റെ ഇന്നത്തെ ഒറ്റ ദിവസത്തെ നഷ്ടമായി 50 ലക്ഷം. ഇനി അതിന്റെ പുറകെയുള്ള ഓട്ടവും വയ്യാവലികളും ഒക്കെ അതിന്റെ വേറെ. ഓൾറെഡി സമാധാനം ഉറക്കമൊന്നും നിനക്കില്ല. നീ ആ പറഞ്ഞ ദരിദ്രവാസി ഉണ്ടല്ലോ, അവൻ എന്നാ ഹാപ്പിയാന്നറിയോ? അവന്റെ ആ സമാധാനത്തിന്റെ 7 അയലത്ത് വരത്തില്ല നിന്റെ ഈ ബിസിനസ്സും അഹങ്കാരവും ഒന്നും. നിന്റെ ഇന്നത്തെ ഉറക്കവും പോയി. ആ ദരിദ്രവാസി ഇന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അവന് അതിൻ്റെതായിട്ടുള്ള യാതൊരു ടെൻഷനും ഇല്ല.